പരിശോധന നടത്തിയ സ്ഥലത്ത് പുതിയ സിഗ്നൽ ശക്തമെന്നാണ് കണ്ടെത്തൽ. നാവികസേന ആദ്യം ഇവിടെ പരിശോധന നടത്താനാണ് തീരുമാനം. ഏറ്റവും പ്രധാനം ഈ പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കയായിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിലും തെരച്ചിൽ തുടരാൻ ഇപ്പോൾ ഉന്നതതല യോഗത്തിൽ തീരുമാനമാകുമ്പോൾ വിവരങ്ങൾ നൽകാൻ എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഈ പുഴയിലെ അടിയൊഴുക്ക് രക്ഷാദൌത്യത്തിന് തെരച്ചിലിന് ഉണ്ടാക്കുന്ന വെല്ലുവിളി അത് വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷെ ആ സാഹചര്യത്തിലും തെരച്ചിൽ തുടരാൻ തീരുമാനിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റു മാർഗങ്ങൾ? പുതിയ രീതികൾ അവലംബിക്കാനാണോ തീരുമാനം? അസിത, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും അതിനുശേഷം മന്ത്രി ഈ ദൗത്യമേഖല സന്ദർശിക്കുകയും പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം, പ്രതികൂല കാലാവസ്ഥയിലും ഈ തിരച്ചിൽ തുടരണം എന്നുള്ള നിർദ്ദേശം കേരളത്തിന് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് വെച്ചു. ആ ഒരു നിർദ്ദേശം യോഗത്തിൽ വെച്ച് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അടിയൊഴുക്ക് കുറയുന്നതുവരെ പകരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിനാവശ്യമായിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഈ പാൻറ്റൂൺ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് എത്തിക്കുക. അതായത് വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന വിധം ശക്തമായ ഒഴുകിപ്പോകാത്ത തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് കൊണ്ടുവരുന്നത്. അവിടെ എത്തുമ്പോൾ ആളുകൾക്ക് ഈ ദൗത്യ സംഘത്തിന് ഈ സ്ഥലങ്ങളിലേക്ക് നടന്നു പോകാനും അവിടെ നിലയുറപ്പിക്കാനും കഴിയും. നമ്മോടൊപ്പം ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ചേരുന്നുണ്ട്. ഇതിന്റെ പുതിയ സംവിധാനങ്ങൾ, നാളെ എത്തുന്ന സംവിധാനങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം. സർ, ലെറ്റ് us maybe know what are the alternative facilities you are going to bring for tomorrow operation? Tomorrow we are bringing the pontoon which is floating, and we will try to get that pontoon nearing to that particular point which is shown by Army, Navy and our Indrabalan Major General, his private agency also. And once we reach there, because the reach, whatever the indication they have shown, it is 100 meters. 100 meters means 330 feet. So our boom also will not work. For that we are trying through our pontoon, will stand there, make the anchorage, and from there we will try. So, shall we carry that boom machine to that bridge, and from there we can that is next. We have to make the welding and all this thing. So now this now it is only 10 ton capacity. 10 ton capacity. So a man can walk. Man can walk, and man can 10 ton is 10 ton can more than carry. Okay, so Now otherwise we will bring 25 ton also. after that, first we may try with that 10 ton pontoon, and after that, if it is impossible for to walk on other things, you will Then bring it is the 20 feet. Okay. 25 ton. 25 ton. One more thing is there. What is the actual current situation of that underwater current? Underwater How is it will badly affect this 7 operation? nautical miles. Actually it should be 2 nautical miles. If it is 2 nautical miles, we can go inside and all this thing. If it is 3 meter also, 3 nautical miles also, we can try. If it is more than that, it is a very risky. So for that underwater diving, deep diving, we need to wait to 3 meters. come down these 3 meters. 3 nautical miles. 3 nautical miles. Okay. ഏതായാലും അതുതന്നെയാണ് ഏറ്റവും പുതിയ. അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ച് ചെറിയ സംശയമുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിനോട് ചോദിച്ച് ദൂരീകരിച്ചത്. എന്താണ് ഈ പുതിയ സംവിധാനം നാളെയുടേത് എത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു സംശയമുള്ളത്. അത് ഒരു പാൻറ്റൂൺ എന്നാണ് അതിൻ്റെ പേര്. അതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അത് ഈ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ശക്തിയുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അത് 10 ടൺ ഭാരം വരെ കയറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അതുവരെ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവിടേക്ക് എത്തിക്കാൻ കഴിയും. ചെറിയ രീതിയിലുള്ള മണ്ണുമാന്തുന്ന 10 ടണ്ണിന് താഴെയുള്ള ഉപകരണങ്ങൾ പോലും ഒരുപക്ഷെ അവിടേക്ക് എത്തിച്ച് തിരച്ചിൽ നടത്താൻ കഴിയും. പക്ഷേ ബൂം പോലെയുള്ള ഭാരമേറിയ സംവിധാനങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല. ഈ പ്രാഥമികമായി ഇപ്പോൾ 10 ടൺ കപ്പാസിറ്റിയുള്ള പാൻറ്റൂൺ ബ്രിഡ്ജാണ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നാളേക്ക് കൊണ്ടുവരിക. അവിടെ പരമാവധി അത് ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തും. അതിനുശേഷം സാധ്യമാകുന്നില്ലെങ്കിൽ, അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഈ സാധ്യമാകുന്നില്ലെങ്കിൽ, അടുത്ത ലെവലിൽ 25 ടൺ കപ്പാസിറ്റിയുള്ള പാൻറ്റൂൺ ബ്രിഡ്ജ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടേക്ക് എത്തിക്കും എന്നാണ്
സതീഷ് കൃഷ്ണ സെയിൽ കാർവാർ MLA വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ മറ്റൊരു കാര്യം നമ്മൾ ചോദിച്ചത് ഈ അണ്ടർ വാട്ടർ കറണ്ടിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്താണെന്നുള്ളതാണ്. അത് 7 മുകളിലേക്ക് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം. 7 നോട്ട്സിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. 8 വരെ അത് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പരമാവധി അത് താഴേക്ക് വന്നത് 5.5 നോട്ട്സ് വരെ മാത്രമാണ്. അതിലൊന്നും ഈ പറയുന്ന രീതിയിൽ പരമാവധി 3.5-ലെങ്കിലും മാത്രമേ അവിടെ മുങ്ങി പരിശോധന നടത്താൻ കഴിയൂ എന്നുള്ള കാര്യം നേവി ഉദ്യോഗസ്ഥർ പറയിച്ചിട്ടുണ്ട്. അതുതന്നെ അതിൻ്റെ പരമാവധിയാണ്. സാധാരണ നിലയിൽ 2 നോട്ട്സ് 2 നോട്ട്സ് വരെയാണ്. അത് 3 നോട്ട്സ് വരെ സാഹസികമായി രക്ഷാപ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഇപ്പോഴെത്തിയിട്ടുള്ള മുങ്ങൽ വിദഗ്ധർ 3.5 നോട്ട്സ് വരെ കുറഞ്ഞാൽ ഈ പറയുന്ന അടിയൊഴുക്ക് കുറഞ്ഞാൽ മുങ്ങിത്തപ്പാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് കാർവാർ MLA പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ പറയുന്ന രീതിയിലുള്ള അടിയൊഴുക്ക് കുറഞ്ഞിട്ടില്ല. ശരിക്കും ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ദൗത്യം എന്തെങ്കിലും ഒരു പുരോഗതി കൈവരിക്കുന്നു എന്ന് പറയാൻ കഴിയുക. കാരണം ഇപ്പോഴെല്ലാം ഉള്ളത് സിഗ്നൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വെള്ളത്തിനടിയിൽ മുങ്ങി തപ്പി നേരിട്ട് കണ്ടുള്ള പരിശോധന നടത്തണം. അടിയൊഴുക്കും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം. അസിത, ചോദ്യം വ്യക്തമായില്ല അസിത. സന്തോഷ്, അതായത് ഇപ്പോൾ ഈ ഒരു പുതിയ ഉപകരണം, പുതിയ സംവിധാനം, അതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണെന്ന് സന്തോഷ് പറയുന്നുണ്ട്. അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കും. അതിലേക്ക് അത്യാവശ്യം ചില സാധനങ്ങളും ഉപകരണങ്ങളുമായി ഈ പുഴയുടെ അർജുന്റെ ലോറി ഉണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താനും സാധിക്കും. പക്ഷെ അപ്പോൾ പോലും ഈ മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അതിനപ്പോഴും സാധിക്കില്ലല്ലോ സന്തോഷ്. ഇപ്പോൾ ഈ പുഴയുടെ സ്വഭാവവും MLA പറയുന്നതും സന്തോഷ് പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് വെള്ളം അടിയൊഴുക്ക് കുറയാനും സാധ്യതയില്ല. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ട് ഇപ്പോൾ അത് കൊണ്ടുവരുന്നതോടുകൂടി ഇപ്പോൾ എന്ത് നടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, പാൻറ്റൂൺ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്തുന്നത് കൊണ്ട് ഇതിന് സഹായകരമായ ഒരു കാര്യം പറയുന്നത് അദ്ദേഹത്തിന് അവിടേക്ക് കുറച്ചുകൂടി ഇപ്പോൾ അവിടേക്ക് ആർക്കും എത്താൻ കഴിയുന്നില്ല. ദൗത്യ സംഘത്തിന് ഈ ബോട്ടുകളിൽ എത്താൻ കഴിയുന്നു. പക്ഷേ അവിടെയുള്ള അടിയൊഴുക്ക് കാരണം ബോട്ട് പോലും അവിടെ നിലയുറപ്പിച്ച് നിർത്താൻ കഴിയുന്നില്ല. എൻജിൻ ഓഫാക്കി നിർത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാൻറ്റൂൺ ബ്രിഡ്ജ് എത്തിക്കഴിഞ്ഞാൽ 10 ടൺ വരെ ആളുകൾക്ക് അവിടേക്ക് ദൗത്യസംഘങ്ങൾക്ക് പോകാൻ കഴിയും. ഒരു പക്ഷേ ഭാരം കുറഞ്ഞ രീതിയിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു പരീക്ഷണം കൂടി നടത്തി നോക്കാൻ കഴിയും, അവിടേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിനുള്ള സാധ്യത ഏതായാലും കുറവാണ്. അതിൻ്റെ അടുത്ത ഘട്ടം, ഇത് ഈ ഓപ്പറേഷൻ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 25 ടൺ കപ്പാസിറ്റിയുള്ള പാൻറ്റൂൺ ബ്രിഡ്ജ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് മണ്ണ് മാന്താൻ ഉൾപ്പെടെ അത് സഹായകരമാകും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അടുത്ത ഘട്ടത്തിലായിട്ടാണ് 25 ടണ്ണിലേക്ക് എത്തുന്നത്. നിലവിൽ 10 ടണ്ണിൻ്റെ പാൻറ്റൂൺ ബ്രിഡ്ജ് നാളേക്ക് എത്തിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് നമ്മളോട് വളരെ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതിന് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. വെള്ളത്തിൽ മുങ്ങിയുള്ള പരിശോധന ഈ ഘട്ടത്തിലെല്ലാം അസാധ്യമായി തുടരുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് അടിയൊഴുക്ക് താഴുന്നതേയില്ല, ഉയരുകയാണ് ചെയ്യുന്നത്. പല ഘട്ടത്തിലും 6 ഒരു ആവറേജ് ശരാശരി അടിയൊഴുക്കാണ് ഈ പറയുന്ന രീതിയിലേക്ക് 5.5 വരെ എത്തുന്നത്. അതിന് മുകളിലേക്കാണ് പലപ്പോഴും 6 അല്ലെങ്കിൽ 7ഉം 8ഉം വരെ നോട്ട്സിലേക്കാണ് ഉയരുന്നത്. അതിന് താഴേക്ക് വന്നാൽ മാത്രമേ 3.5 നോട്ട്സിലെത്തിയാൽ മാത്രമേ മുങ്ങി പരിശോധന സാധ്യമാവുകയുള്ളൂ. പക്ഷേ അതുവരെ ദൗത്യം നിർത്തിവെക്കുന്നില്ല. മറ്റു വഴികൾ, പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ തേടുകയാണ്. ആദ്യം ബൂം ഉപയോഗിച്ചു, അതും കാര്യക്ഷമമായ രീതിയിൽ മണ്ണ് ഈ പറയുന്ന സ്ഥലത്ത് മാറ്റാൻ കഴിയുന്നില്ല. ഇനി ഈ പാൻറ്റൂൺ ബ്രിഡ്ജ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് അടുത്ത സംവിധാനമായി ഉപയോഗിക്കുന്നത്. അതും ഈ നദിയുടെ ആഴത്തിലേക്ക് ഈ ലോറി ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് എത്ര കണ്ട് എത്താൻ സഹായിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. അത് തീർച്ചയായും കുറച്ചുകൂടി കപ്പാസിറ്റി കൂടുതലുള്ള സംവിധാനങ്ങൾ എത്തേണ്ടതായി വരും. ഏതായാലും ഈ ദൗത്യം ഇതേ രീതിയിൽ തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ നിലപാട് ഈ യോഗത്തിൽ വെച്ച് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും നേവിയുടെ സേവനം തുടരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കേരളം മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ദൗത്യം മറ്റ് സമാന്തര മാർഗ്ഗങ്ങൾ, മുങ്ങിത്തപ്പുന്ന ഒരു സാഹചര്യം അനുകൂലമാകുന്നതുവരെയും മറ്റു മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ട് പരമാവധി തിരച്ചിൽ ഇവിടെ പുരോഗമിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ യോഗത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള തീരുമാനം. സന്തോഷ്, ഇപ്പോൾ ഏറ്റവും പുതിയ പരിശോധനയിൽ കണ്ടെത്തുന്ന സിഗ്നൽ, ഈ പ്രദേശവാസികളുടെ ചില ദൃക്സാക്ഷികളുടെ മൊഴികൾ, ഇതൊക്കെയും കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ സിഗ്നൽ ലഭിച്ച, അല്പം ശക്തമായ സിഗ്നൽ ലഭിച്ച, പിന്നീട് സോണാർ പരിശോധനയിലും സ്ഥിരീകരിച്ച ഒറ്റ പോയിന്റിലേക്കാണോ?
അങ്ങനെയല്ല അതായത് ഈ സിഗ്നൽ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഏറ്റവും അവസാനമായി വന്ന അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു സിഗ്നൽ കണ്ടെത്തിയത്, അതായത് ഏറ്റവും ശക്തമായ സിഗ്നൽ അർജുനൻ്റെ ലോറിയുടേത് എന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചത് ഈ ഡൗൺ സ്ട്രീമിൽ താഴേക്കുള്ള ഒരു സ്ഥലത്താണ്. അത് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇതുവരെയുള്ള പരിശോധന. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് പുതിയ ഒരു അപ്ഡേറ്റ് ഇതിൽ ഉണ്ടാകുന്നത്. അതായത് അവിടെയുള്ള ഒരു പ്രദേശവാസി പറയുകയാണ്, ഈ ഒരു കുറച്ചുകൂടി മുന്നോട്ട്, അതായത് മുകളിലേക്ക് കയറി ഈ മൺതിട്ടയുള്ളതിൻ്റെ തൊട്ടടുത്തായി ട്രക്ക് മുങ്ങിപ്പോകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യം ട്രക്കിൻ്റെ മുകൾ ഭാഗം പൊങ്ങി ക്യാബിൻ മുകളിലുണ്ടായിരുന്നു, പിന്നീട് അത് താഴ്ന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നൊരു പ്രദേശവാസി ഈ ദൗത്യ സംഘത്തെ അറിയിക്കുകയാണ്. അങ്ങനെ ആ വെളിപ്പെടുത്തൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ഡ്രോൺ സംവിധാനം അവിടെ കാര്യമായ ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തി. അത് പോസിറ്റീവായ റിസൾട്ട് ലഭിച്ചു. അതായത് കൂടുതൽ ശക്തമായ സിഗ്നലുകൾ ആ ഭാഗത്ത് നിന്ന് ലഭിച്ചു. മെറ്റൽ സിഗ്നൽ കാര്യമായി തന്നെ ലഭിച്ചു. അപ്പോൾ ഇപ്പോൾ നിലവിൽ 2 സ്ഥലത്തും ഏതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെ ട്രക്കാണെന്ന് സംശയിച്ച് നിന്ന ആ സിഗ്നൽ അവിടെ തന്നെയുണ്ട്. അല്പം കൂടി സ്ട്രോങ് ആയ സിഗ്നലാണ് ഇന്ന് ലഭിച്ചിട്ടുള്ള ഈ മൺതിട്ടയ്ക്ക് സമീപമുള്ള പരിശോധന. അതും ഈ പുഴയിലെ നടുക്കുള്ള സിഗ്നൽ പോലെ തന്നെ അത്രയും ശ്രമകരമാണോ സന്തോഷ്? അവിടെയും ഇതേ പ്രതികൂല സാഹചര്യങ്ങളാണോ ഉള്ളത്? രണ്ടും ഏതാണ്ട് നദിയുടെ തീരത്ത് നിന്നും ഉള്ളിലോട്ടുള്ള സ്ഥലം ഏതാണ്ട് ഒരേ മീറ്ററിലാണ്, ഏതാണ്ട് ഒരു 40 മീറ്റർ ആയിരിക്കും. അതിന് കൃത്യമായ കണക്ക് വന്നിട്ടില്ല. നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നത് ആ പുഴയുടെ ഒരു സ്വഭാവം ഇതുവരെയുള്ള അളവുകളെല്ലാം വെച്ചൊരു 40 മീറ്റർ തീരത്ത് നിന്നും മാറി ഉള്ളിലേക്കായിരിക്കും മൺതിട്ടയുള്ളത്. അതിനടുത്ത് തന്നെയാണ് ഇന്ന് കണ്ടെത്തിയ സ്ട്രോങ് ആയ സിഗ്നൽ. അതേ തീരത്ത് നിന്നുള്ള അതേ ദൂരം തന്നെയാണ് ഇന്നലെ കണ്ടെത്തിയ സിഗ്നലും ഉള്ളത്. പക്ഷേ മൺതിട്ടയിൽ നിന്നും അത് താഴേക്കാണ്, കുറച്ചുകൂടി ഡൗൺ സ്ട്രീമിലാണ്, ഒഴുകി കുറച്ചുകൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് എത്തിയത്. 2 സ്ഥലത്തും ഒരേ രീതിയിലുള്ള അടിയൊഴുക്കാണ്, ഒരേ ദിശയിൽ തന്നെയാണ് ഈ 2 സിഗ്നലും ഉള്ളത്. അതുകൊണ്ട് പുതിയ സിഗ്നൽ ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്ക് കുറഞ്ഞ സ്ഥലത്താണെന്നോ അല്ലെങ്കിൽ കൂടുതൽ ദൗത്യം ആയാസകരമാകുന്ന സ്ഥലത്താണോ എന്നുള്ളതില്ല. 2 സിഗ്നൽ ആയാലും ഈ മുങ്ങി തപ്പണമെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെയാണ്, ഒരേ അടിയൊഴുക്കുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്ന് ഇതിൽ 2ൽ ഏതാണ് എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച വിവരം, ഇന്ന് ലഭിച്ച സിഗ്നൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അതുകൊണ്ട് അഥവാ മുങ്ങിത്തപ്പേണ്ടുന്ന സാഹചര്യം സംജാതമാവുകയാണെങ്കിൽ, കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ആദ്യം നേവിയുടെ ഈ പറയുന്ന മുങ്ങൽ വിദഗ്ധർ മുങ്ങിത്തപ്പുന്നത് ഈ പുതിയ സിഗ്നലിൻ്റെ സ്ഥലത്തായിരിക്കും. അവിടെ മറ്റേതിനെ അപേക്ഷിച്ച് മറ്റൊരു കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ കൂടിയുള്ളത്, ഈ ഒരു ദൃക്സാക്ഷി കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നു. ആ ഒരു മൊഴി അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തലാണ് ഈ സാങ്കേതിക പരമായി ലഭിച്ച സിഗ്നലിനൊപ്പം കൂടുതൽ അതിനെ ബലപ്പെടുത്തുന്നത്. ആ ഒരു തെളിവാണ്. നേരത്തെ മറിച്ച് ഇന്നലെ ലഭിച്ചിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ലോറി ട്രക്ക് എന്ന് സംശയിച്ച ആ സിഗ്നൽ അത് സാങ്കേതിക പരിശോധനയിൽ മാത്രം കിട്ടിയതാണ്. ആരെങ്കിലും അവിടെ ലോറി കണ്ടതായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് കണ്ടെത്തിയ സിഗ്നലിന് കുറച്ചുകൂടി അവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടാനുള്ള ഒരു ബലം അല്ലെങ്കിൽ ഒരു അതിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അവിടെയുള്ള ഒരു പ്രദേശവാസി അവിടെ ലോറി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധിച്ച് നോക്കി. ഇന്നലെ അവിടെ പരിശോധിച്ചപ്പോൾ സിഗ്നൽ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് അവിടെ ലോറി മുങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഡ്രോൺ പരിശോധനയിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ലഭിച്ചു. അതുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തലും ദൃക്സാക്ഷി കണ്ടു എന്ന് പറയുന്ന കാര്യവും അവിടെ ലഭിച്ച സിഗ്നലും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ അതിന് കുറച്ച് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ അത് ഇനി നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇന്ന് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം കലക്ടറോട് ഉൾപ്പെടെ ചോദിച്ചപ്പോഴും ഈ 2 സിഗ്നലുകളും ഉണ്ട്, നമ്മുടെ പരിഗണനയിലുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി കേന്ദ്രീകരിച്ചെത്തണമെങ്കിൽ അല്പം കൂടി സമയമെടുക്കും എന്നുള്ളതാണ് കലക്ടർ പറഞ്ഞത്. മറ്റൊരു ആൾട്ടർനേറ്റീവ് മാർഗം നേരത്തെ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നും ചോദിച്ചു കലക്ടറോട്. കലക്ടർ ഇമ്പോസിബിൾ എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കടലിൽ നിന്നും ഈ പറയുന്ന ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ ഈ പുഴയിലേക്ക് എത്തിക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കാലാവസ്ഥ അതൊട്ടും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അതിനുള്ള സാധ്യത നിലവിലില്ല എന്ന് തന്നെ അവർ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഫണ്ടൂൺ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് എത്തുന്നത്. അതിനുശേഷം ആണ് മറ്റ് സംവിധാനങ്ങളിലേക്ക് പോകുന്നത്. എന്തൊക്കെ സംവിധാനങ്ങൾ കരയുടെ മുകളിൽ നിന്ന് പരിശോധിക്കാനുള്ള സംവിധാനം എത്തിയാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അതെല്ലാം ഒരു പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തും എന്ന് പറയാൻ കഴിയും. അതാണ് ഇതുവരെയുള്ള അനുഭവം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്കതിൻ്റെ ഒരു കൃത്യമായ ചിത്രം ലഭിക്കണമെങ്കിൽ ഈ മുങ്ങൽ വിദഗ്ധർ
അധികൃതർക്ക് ഈ സ്ഥലത്തേക്ക് മുങ്ങി, ഇത് നദിയുടെ മീറ്ററുകൾ 9-10 മീറ്റർ ആഴത്തിലാണ് ഈ പറയുന്ന ഒബ്ജക്റ്റ് സിഗ്നലുകളെല്ലാം ഉള്ളത്. അതുകൊണ്ട് അവിടേക്ക് ആഴത്തിൽ മുങ്ങി തപ്പിയാൽ മാത്രമേ അത് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ കാത്തിരിക്കേണ്ടി വരും. അതിൽ നിന്ന് മാത്രമേ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇതുവരെയുള്ള ഈ ഒരു ദൗത്യത്തിൻ്റെ നിന്ന് മനസ്സിലാകുന്ന കാര്യം. മറ്റ് ഫ്ലോട്ടിങ്ങും ഫണ്ടൂണെല്ലാം വന്നാലും മണ്ണെല്ലാം സൈഡിൽ നിന്നൊക്കെ മാറ്റാൻ വേണമെങ്കിൽ ആളുകൾക്ക് സഞ്ചരിക്കാമെന്നല്ലാതെ കൃത്യമായി ഈ പറയുന്ന ലോറിയുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുക അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ നദിയിലെ അടിയൊഴുക്ക് കുറഞ്ഞേ മതിയാകും. അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ദൗത്യ സംഘത്തിൽപ്പെട്ടവർ എല്ലാം തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഓക്കെ, സന്തോഷ് ദയവായി തുടരണം. ഞാൻ സന്തോഷിലേക്ക് മടങ്ങി വരാം. തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് സന്തോഷ് ശിരൂരിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനം, കാലാവസ്ഥ പ്രതികൂലമെങ്കിലും ഈ തെരച്ചിൽ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അവിടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് തെരച്ചിൽ ഏത് സാഹചര്യത്തിലും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാവികസേനാംഗങ്ങളുടെ സഹായം കൂടുതൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ്.